ഇതെന്തൊരു ഉറക്കം എന്റെ മനുഷ്യ. ഇവിടെ കിടക്കപ്പായ്ക്ക് തീ പിടിക്കുമ്പോഴാ ഒടുക്കത്തൊരു ഉറക്കം. തലമണ്ടിക്കകത്ത്. നിങ്ങളുടെ അല്ല എന്റെ, പിന്നെ എന്റെ മക്കളുടെ. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അല്ലേലും നിങ്ങളൊന്നും കാണില്ല. സ്വന്തം അനിയൻ വീട്ടിൽ നിന്ന് ആഫീസിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ കയ്യും കെട്ടി ഇറങ്ങി പോന്നവനല്ലേ. ഇപ്പതാ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അതിന് വല്ല വകുപ്പുണ്ടോ നോക്കാൻ പറഞ്ഞപ്പോ ഇരുന്ന് തൂങ്ങുന്നു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നും രണ്ടുമല്ല, 9 ഏക്കറും ഈ ബംഗ്ലാവുമാണ്. 1 കോടിയാ ഒരാൾക്ക്. ഈ സെന്റിമെന്റ്സും പറഞ്ഞ് അത് കളഞ്ഞാൽ ഞാൻ എന്റെ വഴിക്ക് പോവും. ഞാനായിട്ട് കിട്ടേണ്ടൊക്കെ കിട്ടിയില്ലേ? ഇനി തീർന്നില്ല ഈ പണത്തിന് ആർത്തി. കല്യാണത്തിന് മുൻപ് എന്റെ പിന്നാലെ നടന്നിരുന്ന കാലത്ത് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? എനിക്ക് നിന്റെ സ്വത്ത് വേണ്ട, പണം വേണ്ട, നിന്റെ കണ്ണുകൾ മാത്രം മതിയെന്ന്. എടി, അത് പ്രേമിച്ചിരുന്ന കാലത്തല്ലേ. അന്ന് നിന്റെ കണ്ണുകൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇതിലും നല്ല കണ്ണുകൾ വേറെ ഉണ്ടല്ലോ. പിന്നെ ധാരാളം. ഈ ലോകത്ത് എത്ര വെറൈറ്റി കണ്ണുകളാ. പക്ഷേ എനിക്കിപ്പോ കണ്ണുകളോടല്ല പ്രേമം, പണം. അതെത്ര കിട്ടിയാലും ഇഷ്ട. ഇനി മതി, കടച്ചിൽ കുറഞ്ഞു. ഉറക്കം വരുന്നെങ്കിൽ മോൻ പോയി കിടന്നോ? വേണ്ട, അമ്മ ഉറങ്ങിട്ടെ ഞാൻ ഉറങ്ങുള്ളൂ. നിന്റെ മുഖം എന്താ വാടിയിരിക്കണേ? ഒന്നുമില്ല. അതല്ല, അമ്മയ്ക്ക് കണ്ടാൽ അറിയില്ലേ. പറ, എന്താ? വേറൊന്നുമില്ല, എന്റെ ജോലി പോയിട്ടുണ്ടാവും ഇപ്പോ. അതിനെന്തിനാ വിഷമിക്കണേ? അത്ര നല്ല ജോലിയാ? ജോലി സ്വീപ്പറാ. എന്നാലും 5-8 കൊല്ലം എന്നെ പോറ്റിയതല്ലേ. അത് പോകുമ്പോ എന്തോ ഒരു സങ്കടം. ഇവിടെ ഈ കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തിയ എല്ലാരെക്കാളും നന്നായിട്ട് നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാം. പിന്നെന്താ? അതെ. അളിയനെന്താ ഉറങ്ങിയില്ലേ? ഞാനും ഹരിയും കൂടെ ഒരു സ്മോളൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നു. നിന്റെ കുടുംബം നീ കലക്ക് വരണം. വിടന്നെ, ഞാൻ കാല് പിടിക്കാം. കൊന്നുകളെ ഞാൻ. തെമ്മാടിത്തരം കാണിക്കുന്നുള്ളൂ. വിടില്ല തന്നെ ഞാൻ. ഹരി ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണോ താൻ ഇവിടെ വന്നത്? പറടാ, പറയാൻ. ഞാനോ? സ്വന്തം അനിയന്റെ ഭാര്യയല്ലോ, പെങ്ങളെ പോലെ കാണണ്ട. എന്താ സുരേഷ് നാരിത്തരം കാണിക്കുമ്പോ ഓർക്കണം. എന്താ പ്രശ്നം? ഇയാളോ അങ്ങനെ ശരിയാവില്ല. എന്താ എന്താ ഏട്ടാ? എന്താ സുരേഷേട്ടാ? നീ പോയേ, നാറ്റ കേസാ. എന്റെ നീനെ കിടന്നുറങ്ങുമ്പോ വാതിലടച്ചൂടെ? രാജേട്ടൻ പറഞ്ഞപ്പോ ചെറുപ്പകാലത്തെ ചില കുസൃതിയാണെന്ന് ഞാൻ കരുതിയുള്ളൂ. ഭാര്യയും 2 പിള്ളേരും അതിലോടോ തനിക്ക്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എന്താ കേട്ടോ ഇതൊക്കെ? പറഞ്ഞാലേ അറിയാൻ പറ്റൂ. പറയൊന്നും വേണ്ട, മനസ്സിലായി. വിളിച്ചോണ്ട് പോ ഭർത്താവിനെ. രാത്രിയായ മുറിക്ക് പുറത്ത് വിടണ്ട. ഇവിടെ വേറെ പെണ്ണുങ്ങളുള്ളതാ. എന്താ എന്താ പറഞ്ഞത്? ഇവളൊട്ടും ശരിയല്ല. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലായില്ലേ. മനസ്സിലായില്ലെങ്കിൽ വേണ്ട. വല്ലതും സംഭവിച്ചോ നീനെ? അതിനു മുമ്പ് ഞാൻ കണ്ടു. വാതിൽ തുറന്ന് അകത്ത് കയറി, എന്നിട്ട് കാഴ്ച കണ്ട് നിൽക്കുക. എന്താ കഥ? എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? ബഹളം ഒന്നുമില്ല, അമ്മ കിടന്നോളൂ. എന്തിനാ അമ്മ വിളിക്കണേ? അമ്മ അറിയട്ടെ പുന്നാരം മോന്റെ സ്വഭാവം. മനസ്സിലാവുന്നത് പോലെ പറഞ്ഞാ മനസ്സിലാവും. ഹരി കോയമ്പത്തൂർക്ക് പോയിരിക്കാം. ആ തക്കത്തിന് ദിവ്യേട്ടൻ നീനയുടെ മുറി കയറി കണ്ണടിച്ച് പൊട്ടിച്ചു കളഞ്ഞാൻ. അനാവശ്യം പറഞ്ഞ. ഓ, അനാവശ്യം കാണിക്കാം. സുരേഷ് കണ്ണുകൊണ്ട് കണ്ടതാ. ആര്? ഞാൻ ഗംഗേട്ടനോട് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വരുമ്പോഴാ രവിയളി എന്താ ഇവിടെ നിന്നിങ്ങനെ പരുങ്ങുന്നു. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചു നേരം അവിടെ മാറി നിന്നു. അപ്പതാ വാതിലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കുക. പിന്നെ വാതിൽ തുറന്ന് അകത്ത് കയറി. എന്തെങ്കിലും മോഷ്ടിക്കാനാവുന്ന ഞാൻ കരുതിയത്. നോക്കിയപ്പോ കട്ടിലിന്റെ അടുത്ത് വന്ന് നിന്ന് നീനെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് രസിക്കണം.
ശരിയാണോടി? ഞാൻ കണ്ടില്ല. വഴക്കൂടനെ ശബ്ദം കേട്ടപ്പോഴാ ഞാൻ ഉണർന്നത്. അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല. പഴയ സ്വഭാവം മാറോ? പാവം ആ പ്രേമി. പഴയ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും വിളമ്പണ്ട. എല്ലാരും പോ. വാതിലടിച്ച് കുറ്റിയിട്ട് കിടക്കടി. കുറ്റിട്ടോ? ഓ, സ്വന്തം മുറിയിൽ കുറ്റിയിടാത്താണ് ഇപ്പൊ കുഴപ്പം. അമ്മയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ രവിയേട്ടൻ മതി. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ. ഞങ്ങൾ അന്യന്മാര് പുറത്ത്. എനിക്കിത് കിട്ടണം. ഇനി എന്തിനാ കുറ്റി ഇടിച്ച പോലെ നിൽക്കണം? പുറത്താരും അറിയണ്ട. സീത, കരയരുത്. നീ കരഞ്ഞാൽ എൻ്റെ ബലം മുഴുവൻ പോവില്ലേ? ഇതൊന്നും സാരില്ല. എനിക്കെന്നും ചീത്ത പേരല്ലുണ്ടായിട്ടില്ല. നിനക്കെന്നെ അറിയാം. സത്യേശ്വരൻ, അത് മതി. ഞാനൊന്നും മിണ്ടിയ 2 ബന്ധങ്ങളെ തകരുക. ഇങ്ങനെയാണോ ബന്ധങ്ങൾ? ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യ വഞ്ചിക്കുന്നു, എന്നിട്ട് ബന്ധങ്ങൾ. കലികാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. സത്യ ആരുടെയും കണ്ണിപ്പെടില്ല. ഏട്ടന് ഒരബദ്ധം പറ്റിയതാ. അരിയുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ആ മുറി കയറി ചെന്നത്. സുരേഷ് അത് തെറ്റിദ്ധരിച്ചു. ഏട്ടൻ എന്തിനാ ഈ വിഴുപ്പ് ചുമക്കണേ? എനിക്കറിയാം എൻ്റെ ഭർത്താവിനെ. ഇത് തുടങ്ങിയിട്ട് കൊല്ലം ഒന്നായി. ഒന്നും ചോദിക്കാൻ വയ്യ, പറയാൻ വയ്യ. ഒരു മോനുണ്ടേ പോയില്ല എനിക്ക്. അവൻ അച്ഛൻ വേണം. ഞാൻ കരുതിയത് അവന് നിന്നോട് വലിയ ഇഷ്ടമാണെന്നാ. ഇഷ്ടം? അത് വെറും ഒരു അഭിനയം. ഈ സ്വത്തിനോട് മോഹമില്ലായിരുന്നെങ്കിൽ എന്നെ എന്നെ വിട്ടുപോയിന അയാള്. ഞാൻ അച്ഛനോട് വാശി പിടിച്ചു നടത്തിയ കല്യാണം ഞാൻ അനുഭവിക്കണം. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്, അറിയുന്നത്? ഇതിനാണോ ഞാൻ ചാവാണ്ടിരുന്നത്? അമ്മ സങ്കടപ്പെടണ്ടേ. ഇതൊന്നും സാരല്ല. മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും എന്റെ കുടുംബത്തെ എന്തൊക്കെയാ നടക്കണേ? അമ്മേ, എല്ലാം ശരിയാവും. അമ്മ ചെന്ന് കിടക്ക്. ഈ നരകത്തിൽ നിന്ന് നിന്റെ ഭാര്യയും മക്കളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇല്ലമ്മേ, ഇതെന്റെ വീടാണ്. ഇതൊരു നരകമാകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. അതിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നീനമോളെ. ഇനി നിന്റെ മുറിയുടെ പരിസരത്ത് വരാൻ പറ്റില്ലെന്ന് എടുത്തി പറയാം. നീനമോള് പോണു. ആരും ഒന്നും പറയണ്ട. ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല. ഹരി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും? ഞാൻ എന്റെ വീട്ടിലേക്കാ പോണത്. ഹരി അവിടെ വരും. എന്തിനാ നീനമോളെ ടാക്സി? ഇവിടെ കാറുണ്ടല്ലോ. വണ്ടി എടുക്കടാ. വേണ്ട. അല്ല, ബെൻസിൽ സുഖായിട്ട് പോയേ. നീനമോളെ, അസത്ത്. ഇനി അവളുടെ ഡമ്പ് കാണണ്ടല്ലോ. വഴക്കിട്ട് പോവാ. എന്താ നിന്നെ ബോധിപ്പിക്കണം? എനിക്ക് തോന്നണത് ഇത് രവിയേട്ടന്റെ സൂത്ര. ഓരോരുത്തരായിട്ട് ഇവിടുന്ന് ഓടിക്കാലോ. അല്ലെങ്കിൽ വെറുതെ ഒരു പെണ്ണിന്റെ മുറി കയറി ഇങ്ങനെ ഒരാൾ നോക്കി നിൽക്കോ. ഒന്ന് തൊടുവെങ്കിലും ചെയ്യില്ലേ? അതൊരു പോയിന്റ് ആണല്ലോ. ഉടനെ രാജേട്ടന് വിവരം അറിയിക്കണം. വണ്ടി ഇറക്കണോ? നീ പോടാ അവിടുന്ന്. ദേ, ഇവന്റെ മുമ്പിൽ വെച്ചൊന്ന് പറയണ്ടേട്ടോ. ഇവൻ അമ്മയുടെ സീഡിയാ. ഇങ്ങനെ വന്നേ. രവി, ഇത് കുടുംബം കൊളാവണ പ്രശ്ന. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനൊരു നല്ല മരുന്നുണ്ട്, ചുട്ടടി. ഈ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, ചോദിക്കാനും പറയാനും ആളുടെ തോന്നിപ്പിക്കണം. അല്ലെങ്കിൽ പോക്കാ. അവൻ വന്നതിന് ശേഷം ഞാൻ സൂചനകൾ വരാത്ത. അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്താ? ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നുണ്ട്. നീ വരാത്തോണ്ടാ ഇവൾക്ക് പരിഭവം. രവിമാമയില്ല, ദാ കിഴക്കേ വഴി കൂടെ വരുന്നുണ്ട് ഒരാള്. ആരാ? ഗീതമ്മയുടെ ഹീറോ സുരേഷോ? എന്തിനാണാവോ? ഒരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് മാറി നിന്നു. അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ. അല്ല, ആരാ അത്? നിങ്ങളുടെ വഴിയൊക്കെ അറിയോ? അതിന് ശ്രീധരമാമയ്ക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ. വാ വാ, കേറിയിരിക്ക്. എന്താ? ഞാൻ ഇത്തിരി ടെൻഷനില്ല. അറിയാം, കാര്യങ്ങളൊക്കെ ഒപ്പം പറയുന്നുണ്ട്. അറിഞ്ഞോ? ഇയാളെയൊക്കെ ചാട്ടവാറിനടിക്കല്ലേ വേണ്ടത്? സ്വന്തം അനിയന്റെ ഭാര്യ. ആ, അതൊക്കെ പോട്ടെ പോട്ടെ പോട്ടെ. ശരിയാ, നമ്മൾ മാന്യന്മാർക്ക് സംസാരിക്കാൻ പറ്റിയ വിഷയമല്ല. ആ, സുരേഷ് ഇപ്പൊ എന്താ അങ്ങോട്ട് പോന്നേ? വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. ആ, പറയാനുള്ളത് രവിയളിയനോടാ. ഓ. അയാളോട് ഞാനിനി സംസാരിക്കില്ല.
അതുകൊണ്ട് ശ്രീധരമാമ പറയണം. എന്താ കാര്യം? അയാളുടെ വിരട്ടലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഓ. എന്നോട് കളിച്ചാൽ കളി ഞാൻ പഠിപ്പിക്കും. പെങ്ങൾ ഇവിടെ വീട്ടിൽ നിൽക്കും, ഞാൻ കളഞ്ഞിട്ട് എൻ്റെ പാട്ടിന് പോകും. എനിക്ക് വേറെ കിട്ടും പെണ്ണ് അല്ലേ? പിന്നെ ആ ആ രവി അല്ലേ വരണത്? ഏ? ആ എവിടെ? ആ വരുമ്പോ കൂടെ വരണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, അകത്തി വന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാണണ്ട. ശരിയാ, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ശരിയാവില്ല. വെറുതെ വല്ലതും ചെയ്തു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ആ വലത്തോട്ട് പോയിട്ട് ഇടത്തെ ഭാഗത്തേക്കുള്ള മുറി. ആ അതന്നെ 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 അതന്നെ. രവി, അളിയന്മാരോടൊക്കെ പെരുമാറേണ്ട രീതിയിൽ പെരുമാറണം കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിന്നെ കൊല്ലാൻ. എന്റെ കുടുംബം നീ തകർക്കൊല്ലടാ. എന്റെ പെങ്ങളെ നീ ഉപേക്ഷിക്കല്ലോ. ഇല്ല, സത്യം എന്റെ അമ്മയാണ് സത്യം. നിന്റെ സത്യം എന്താ നീ പറഞ്ഞേ? എന്റെ എന്റെ ഭാര്യ കിടക്കുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി നീക്കണം. ഇല്ല, അയ്യോ, പറയണം. പറയില്ല. അവനെ പുറത്തു എന്നെ കൊല്ലം. കുഞ്ഞ്. അയ്യോ, രവേട്ട, വേണ്ട. അയ്യോ, അയ്യോ, രവേട്ട. ഞാൻ കാല് പിടിക്കാം. ഞാൻ ചെയ്തു പോയതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാല് പിടിക്കാം. ഇനി നീ കാരണം എന്റെ ഗീതയുടെ കണ്ണൊന്ന് കലങ്ങിയാൽ ഇനി ഒരിക്കലും അതും ഉണ്ടാവില്ല. ഇനി നീ നീനയുടെ മുഖത്ത് നോക്കാനുണ്ടല്ലോ. കൊന്നു എന്നെ, ആ നിമിഷം കൊന്നു. വെറുമാക്കല്ലോ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ കൊല്ലു ഞാൻ. അല്ല, സത്യം ഗീതയാണ് സത്യം, എന്റെ മോനാണ് സത്യം. എന്താ ഇവിടെ ഒച്ച കേട്ടത്? ഒന്നുമില്ല. ചിലപ്പോ എലി ഓടിയതായിരിക്കും. ആ ശരിയാ, ഇവിടെ ഭയങ്കര എലിശല്യ, അതും കോഴി പോലത്തെ എലി. ആ കുടിക്കാൻ തന്നെ എടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട, സുരേഷ് എന്തെങ്കിലും കൊടുക്കും. ആ വേണോ? ആ വേണം. സുജ ഇത്തിരി ഗോമൂത്രം കിട്ടുമോ നോക്കണ്ട്. ഗോമൂത്രോ? ആ ഈ ഗോമൂത്രത്തിൽ കടുക്ക ഉപ്പിട്ട് കുടിച്ചാ വില നീർക്കട്ടോ ചതവോ ഉണ്ടെങ്കിൽ നല്ലതാ. ആർക്കാ? ആർക്കും കുടിക്കാം, സുരേഷിന് കുടിക്കാം. അയ്യോ, പോരാ പോരാ, നാളത്തെ ഫ്ലൈറ്റിനുണ്ടെങ്കിൽ നാളെ തന്നെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ഈ നമ്പറിൽ വേണ്ട, എൻ്റെ വീട്ടിലെ നമ്പറില്ലേ ആ നമ്പറിൽ വിളിച്ചാൽ മതി. അതെ, ഓക്കെ, താങ്ക് യു. ഗംഗേട്ടൻ പറഞ്ഞു നീ വീണൂന്ന്. എൻ്റെ അടുത്ത് ഒന്ന് വീണു, ഇച്ചിരി കടുപ്പമായി പോയി. എവിടെ വീണു? അത് നമ്മുടെ ശ്രീധരമാമയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ പാറക്കൂട്ടങ്ങളില്ലേ, നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ. ആ പാടവും പുഴയും. ഞാൻ ആ ഭംഗിയൊക്കെ കണ്ട അങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അടിയോ? അടി തെറ്റി ഒരൊറ്റ വീഴ്ച. ഒരു 10-40 അടി താഴേക്ക്. അയ്യോ, എന്നിട്ട് എല്ല് വല്ലതും പൊട്ടിയോടാ? എല്ല് മാത്രം പൊട്ടിയില്ല. ഭാഗ്യം. ഈ വേദനയും വെച്ചിട്ടാണ് നീ ഇപ്പൊ തിരിച്ചു പോകാൻ പോണത്. അല്ല, അത് പിന്നെ ഗൾഫിൽ പുതിയ റൂള് വരികയല്ലേ, എടുത്ത് പത്രത്തിൽ വായിച്ചില്ലേ. ആ ഇനി പഴയതുപോലെ ഒന്നുമല്ല, വിസക്കൊക്കെ വലിയ പ്രശ്ന. അതിന് നിനക്കെന്താ പ്രശ്നം? നിനക്ക് റെസിഡന്റ് വിസ ഇല്ലേ? അതെ, എന്നാൽ ഉടനെ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പ്രശ്ന. അല്ല, ഷോപ്പിലെ നീ ഇപ്പൊ പോയാൽ ശരിയായില്ലെന്ന് ഏട്ടൻ പറയുന്നത്. രവിളിയെ നമ്മളെല്ലാം തുരത്തോടിക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. തൽക്കാലം നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ. തന്നെയുമല്ല, ഞാനല്ല ഗീതയല്ലേ നിൽക്കേണ്ടത്, അവളിവിടെ ഉണ്ടല്ലോ. എനിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലൊന്ന് തല കാണിക്കണം. എന്താ സുരേഷ് തിരിച്ചു പോവാണ്? അതെ രവേട്ട, എനിക്കവിടെ ചെന്നിട്ടൊരു അത്യാവശ്യം. അപ്പൊ ഗീതയോ? അവളിവിടെ ഉണ്ട്. അവൾക്ക് മോനും കൂടെ ഒരു ടിക്കറ്റ് പറഞ്ഞേക്ക്, അവരും പോരട്ടെ. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ വിസയുടെ കാര്യമാണ്. രവിയേട്ടൻ പത്രം വായിച്ചില്ലേ? നിയമമൊക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്താ കാര്യം? അവിടെ ഷോപ്പിൽ നിന്റെ അനിയന്മാരൊക്കെ ഇല്ലേ? ഗീതയ്ക്കും മോനും കൂടെ ഒരു വിസ ഏർപ്പാടാക്കും. അവിടെ ഫ്ലാറ്റ് ഉള്ളതല്ലേ, അവരും പോരട്ടെ, അതല്ലേ നല്ലത്. അതെ, പക്ഷെ പെട്ടെന്നൊരു വിസ കിട്ടാൻ. വിസിറ്റിംഗ് വിസ കിട്ടുമല്ലോ, അത് കിട്ടും. അവിടെ ചെന്നിട്ട് ബാക്കി ശരിയാക്കിയാൽ മതി. അവൾ എത്ര കാലാന്ന് വെച്ചാൽ പിരിഞ്ഞു നിൽക്കുക. നീ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരുമിച്ച് പോവാം. ഏട്ടൻ പറഞ്ഞില്ലേ സുരേഷ് നല്ല സ്നേഹമുള്ളവനാ, അല്ലേ സുരേഷ്? ആ വാ പറയട്ടെ. എന്താടാ നീ കോടതിയുടെ മുമ്പിൽ പ്രതി നിൽക്കണ പോലെ? അങ്ങനെ തോന്നിയോ? എന്താടാ നീയും ഏട്ടനും കൂടെ ഞങ്ങളെ പറ്റിക്കാൻ വല്ല കോംപ്രമൈസ് ഉണ്ടാക്ക? ഏയ്, ഞാൻ വേറൊരു വഴിയിൽ മൂപ്പരൊന്ന് പിടിക്കാൻ നോക്കിയതാ. അവനെ വരച്ച വരെ നിർത്തിത്തരേട്ടൻ പോരെ. ഇനി അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇന്നലെ കൈ മുറിഞ്ഞ് ചോര ഒലിപ്പിച്ച് വന്നത് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോട്ടെ സുരേഷ് ഏട്ടൻ. നീ ഇത്ര പാവായി പോയില്ലോടി.
അവൻ നിന്നെ വിട്ടുപോകുന്നില്ല. ഏട്ടനെ പേടിച്ചിട്ടല്ല. നിന്റെ ഈ സ്നേഹം അതങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. ലോകത്ത് ആരെ എന്തിനേയും ജയിക്കാൻ പറ്റിയ ഒരേ ഒരു ആയുധമുള്ളൂ. എന്താ അത്? സ്നേഹം. അതില്ലാണ്ട് വരുമ്പോഴാണ് ചതിയും വഞ്ചനയും പകയൊക്കെ ഉണ്ടാവണം. ആ ഏട്ടൻ വിളിപ്പിച്ച് വേറൊരു കാര്യം ചോദിക്കാന്. സുനന്ദയ്ക്ക് എന്താടി പറ്റിയത്? എന്താ അവളുടെ കുഴപ്പം? അസൂയ തന്നെ, അല്ലാണ്ടെന്താ? ചേച്ചി വിചാരിച്ചൊന്നും കിട്ടിയില്ല അത്രേ. അതിന് ബാക്കിയുള്ളവരുടെ ദേഷ്യം നമ്മളെന്താ ചെയ്യാ?